ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഭാനു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, ഞാൻ ഭാനു. എനിക്ക് 45 വയസ്സുണ്ട്. എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾക്ക് 43. മാഡം, ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭർത്താക്കന്മാരില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടായിരുന്നു അവളുടെ വിവാഹം. പക്ഷേ അവളുടെ വിവാഹത്തിൽ അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഏകദേശം 5 വർഷത്തിന് മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് മരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സായിരുന്നു മാഡം. സാമ്പത്തികമായി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായുള്ളൂ. 4 വർഷത്തിന് മുമ്പായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചു പോയത്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതോടുകൂടി ഞാനും മോളും ഒറ്റയ്ക്കായി. അപ്പോൾ എൻ്റെ അനിയത്തി ഇങ്ങി പോന്നു. ചേച്ചി, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാണ് ശരി. നീ ഭർത്താവിൻ്റെ വീട്ടിൽ വെറുതെ അടച്ചുപൂട്ടി ജീവിക്കണ്ട. എൻ്റെ മോള് ഇപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി. ഇനിയിപ്പോൾ അവളും ഇവിടെ കാണില്ല. ഇങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അവളും ഞാനും കൂടി ഇവിടെ താമസമാക്കി. എൻ്റെ മോള് പഠിച്ചത് എറണാകുളത്താണ്. അപ്പോൾ ഞാൻ തനിയാകുന്നതിൽ അവൾക്ക് ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങ് പോയത് എൻ്റെ അനിയത്തി വന്ന ശേഷമാണ്. ഞാനും എൻ്റെ അനിയത്തിയും പണ്ട് തൊട്ടേ ഫ്രണ്ട്സിനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും. അനിയത്തിയുടെ കുറ്റം കൊണ്ടാണ് അനിയത്തിക്ക് കുട്ടികൾ ഉണ്ടാകാതിരുന്നത്. അവളുടെ ഗർഭപാത്രത്തിന് വേണ്ടത്ര പ്രാപ്തിയില്ല. പക്ഷേ അവളുടെ ഭർത്താവ് ഒരിക്കൽ പോലും അവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നു. ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയോ ദത്തെടുത്ത് വളർത്താൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവരുടെ വീട്ടുകാർ സമ്മതിക്കില്ലായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോയത് അവൾക്കും ഷോക്കായിപ്പോയി. അവളും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു. അയാൾ പെൻഷൻ പറ്റി ഏതാനും മാസം കഴിഞ്ഞപ്പോഴാണ് മാഡം മരിച്ചു പോയത്. അതുകൊണ്ട് അവൾക്ക് പിന്നീട് ജോലിയൊന്നും കിട്ടില്ല. എങ്കിലും അയാളുടെ ആനുകൂല്യം കിട്ടുന്നുണ്ടായിരുന്നു. ഇത്രയും പ്രായമുള്ള ഒരാളെ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് ഞങ്ങൾ അന്ന് ചോദിച്ചതാണ്. പക്ഷേ സർക്കാർ ഉദ്യോഗം കണ്ടിട്ടാണ് അവൾ കല്യാണം കഴിച്ചത്. പക്ഷേ കുട്ടികളും ഉണ്ടായില്ല. അവൾ ഇപ്പോഴും ചെറുപ്പക്കാരിയും സുന്ദരിയും സുമുഖിയുമാണ്. പക്ഷേ അവളുടെ ഭർത്താവിനെ പണ്ട് മുതലേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായമായ ഒരാളെപ്പോലെ ഇരിക്കുകയാണ്. ഞാൻ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തുമായിരുന്നു. എടീ, ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചാൽ കാണുമ്പോഴൊരു പൊരുത്തം വേണം. അപ്പോൾ അവൾ പറയും, കാണുമ്പോഴുള്ള പൊരുത്തമല്ല ചേച്ചി, അല്ലാതുള്ള ചില പൊരുത്തങ്ങളുമില്ലേ, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലെന്നും. എൻ്റെ ഭർത്താവും ഞാനും കൂടി ഏകദേശം 2-3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇണക്കുരുവുകളെ പോലെയായിരുന്നു. ഒരു പ്രശ്നവുമില്ല. ഇവളുടെ ദാമ്പത്യ ജീവിതം നല്ലതാണെന്ന് പറഞ്ഞാലും എങ്ങനെയായിരുന്നു എന്നുള്ളത് അവൾ എന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല. ഞാനിത് കിള്ളി ചോദിച്ചിട്ടുണ്ടെങ്കിലും അവൾ പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഭർത്താവ് ഓക്കെയാണ്, പക്ഷേ കുട്ടികളുണ്ടാകാത്തത് അവളുടെ കുറ്റം കൊണ്ടാണ് എന്ന് അവൾ പറയുമായിരുന്നു. പരിശോധനയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഓക്കെയാണെന്നും അവൾക്ക് കുട്ടികളില്ല, ഭർത്താവ് അവളെ നന്നായി സ്നേഹിച്ചു, അപ്പോൾ അയാളൊരു മാലാഖയല്ലേ എന്നുള്ള രീതിയിലായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല അച്ചടക്കത്തോടുകൂടിയാണ് മാഡം ഞാൻ എൻ്റെ മകളെ വളർത്തിയിരുന്നത്. ഇവിടെ വന്നതിൽ പിന്നാണ് അവൾ നേഴ്സിങ്ങിന് പോയത്. ആ സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും പരസ്പര ആശ്രയം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ മകൾ നന്നായി പഠിച്ചിട്ട് വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയി ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഹോസ്റ്റലിൽ ബോധം കെട്ട് വീണു. അവിടെ ആ സമയത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് അവളെ ഡോക്ടർക്ക് കാണിക്കാൻ പോയത്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവൾക്ക് മഞ്ഞപ്പിത്തമുണ്ടെന്ന് തോന്നുന്നില്ല, വേറെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. എന്താണെന്ന് ഞങ്ങൾ 2 പേരും കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇവൾ ഗർഭിണിയാണോ സംശയമുണ്ടെന്ന്. അത് കേട്ട് ഞാൻ നെഞ്ചത്തടിച്ച് ബഹളം വെച്ച് കരഞ്ഞു മാഡം. എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു, ചേച്ചി കിടന്ന് ബഹളം വെച്ച് 10 പേരെ അറിയിക്കരുത്. അങ്ങനെയാണെങ്കിലും നമ്മളത് ന്യൂട്രൽ മാനേജ് ചെയ്യണം. ചേച്ചി ഇത്രയും ബഹളം വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഉണ്ടായ ഗർഭം അതവിടെ തന്നെ കാണും. നമ്മളത് പതുക്കെ ഒഴിവാക്കണം. അതിന് കിടന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ബഹളമുണ്ടാക്കിയിട്ടോ കാര്യമില്ല. നമുക്ക് ഡോക്ടറോടും അവളോടും തുടർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയത്തിയാണ് എന്നെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ മകളോട് സംസാരിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഒത്തിരി ഫ്രണ്ട്സായെന്നും അതിൽ സൗന്ദര്യമുള്ള ആണത്തമുള്ള പല ഫ്രണ്ട്സുമുണ്ട്. അവൾക്ക് പലരോടും താല്പര്യം തോന്നി. ഇങ്ങോട്ട് വന്ന സുന്ദര കുട്ടമ്മമാരെയൊന്നും അവൾ വെറുതെ വിട്ടില്ല. 1-ലധികം ആളുകളുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാനും ക്ഷേത്രത്തിൽ പോകാനുമൊക്കെ പുറത്തുവിടും. ആ സമയത്ത് അവൾ പല ആണുങ്ങളുടെ റൂമിൽ പോയി. അങ്ങനെ ഇത് സംഭവിച്ചു പോയതാണ്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും അവൾക്ക് അബദ്ധം പറ്റിപ്പോയി. പക്ഷേ ആരുടെ കുട്ടിയാണെന്ന് അവൾക്കും ഉറപ്പില്ല. 3-4 ചെക്കന്മാരുമായിട്ട് അവൾക്ക് ഒരേ സമയത്ത് ബന്ധമുണ്ട്.
പറയുന്നുണ്ട്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അനിയത്തി ഞെട്ടിയെങ്കിലും അവൾ ആ സന്ദർഭത്തിൽ പിടിച്ചു നിന്നു. എടി മോളെ, സാധാരണ ഒരാൾക്ക് ഒരാളോട് പ്രേമുണ്ടാകുക, അയാളെ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിക്കുക, അത് കഴിഞ്ഞിട്ട് കറങ്ങി നടക്കുക, അതിനിടയ്ക്ക് ഗർഭിണിയാണെന്ന് പറഞ്ഞാലും കേൾക്കാൻ രസമുണ്ട്. ഇതെന്താടി 4-5 പേര്? അപ്പോഴാണ് അവൾ പറഞ്ഞത്, സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും അവർ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൾക്ക് നിരസിക്കാൻ പറ്റില്ല. ഒരു പൂവിൽ വണ്ട് വരുന്നത് പോലെ അവളങ്ങ് വിരിഞ്ഞു പോവുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇത് കേട്ട് അവൾക്കിട്ട് 2 ഞാൻ കൊടുത്തു. പക്ഷേ ബഹളമുണ്ടാക്കി നാറ്റിക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തി തന്നെയാണ് മാനേജ് ചെയ്തത്. പിന്നീട് ഡോക്ടറെ കണ്ട് ഞങ്ങൾ അപേക്ഷിച്ച് അതങ്ങ് ഒഴിവാക്കി. എൻ്റെ മകളുടെ സ്വഭാവത്തിന് കൗൺസിലിങ് കുറേ ദിവസം കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, അവൾക്ക് കൗൺസിലിംഗ് ഒന്നും വേണ്ട, ഞാൻ തന്നെ അവളെ ഉപദേശിക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളെ സ്നേഹത്തോടു കൂടി എൻ്റെ അനിയത്തിയാണ് ഉപദേശിച്ചത്. എടി മോളെ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. ഇപ്പോൾ സൗന്ദര്യമുള്ള ആണുങ്ങളെ കണ്ടപ്പോൾ നിനക്കങ്ങ് താല്പര്യം തോന്നി. ഓരോരുത്തരുടെ കൂടെ നീ ഓരോ സമയത്ത് അങ്ങ് പോയി. ഒരേ സമയം 4-5 കാമുകന്മാരുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും പെണ്ണുങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം പോകില്ലേ? പേരുദോഷമാകൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ കൂടെ ഇപ്പം വന്ന ചെക്കന്മാർ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ലോകം. എടി, നിനക്ക് ഇഷ്ടമുണ്ട്, നീ പോയി. പക്ഷേ നിനക്കിങ്ങനൊരു അബദ്ധം സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അത് ആരും അറിഞ്ഞില്ല. നാളെ നീ കാള കളിച്ച് പോകും. അവസാനം എന്തെങ്കിലും പറ്റും. അല്ലെങ്കിൽ 4-5 പേരും കൂടി നിന്നെ കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ട് എവിടെങ്കിലും തള്ളും. അപ്പോൾ നിന്റെ ഗതി എന്താകും? ഇനി നീ പോയി ഇങ്ങനെ നടന്ന് അവസാനം ഇതേപോലൊരു പ്രശ്നം ഉണ്ടാക്കും. നിന്റെ ആരോഗ്യവും നിന്റെ മാനവും എന്താകും? നീ എന്തിനാ നേഴ്സിംഗ് പഠിക്കാൻ പോയത്? ഇത്രയും അബദ്ധം പറ്റിപ്പിക്കാനാണോ? അത് പിന്നെ നേഴ്സിംഗ് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നേഴ്സൊന്നും ആയിട്ടില്ലല്ലോ. ആ കൊള്ളാം, ഇത്തിരി പഠിപ്പ് കൊണ്ട് നീ ഒത്തിരി അബദ്ധം ഉണ്ടാക്കി വെച്ചല്ലോ. എടി, ഒരിക്കലും അബദ്ധം സംഭവിക്കാൻ പാടില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സേഫായിട്ടുള്ള ഡേറ്റുകൾ നല്ലതാണെന്ന് അവന്മാർ പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് തടയാനുള്ളതൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവൾ എന്തൊക്കെയോ പറഞ്ഞു. എടി, പെണ്ണുങ്ങൾ സൂക്ഷിക്കണം. ആണുങ്ങൾ അങ്ങനെ പല വർത്തമാനങ്ങളും പറയും. അവന്മാർക്ക് അവന്മാരുടെ കാര്യം. നമുക്കും വേണ രസം. എങ്കിലും നമ്മൾ നമ്മുടെ രക്ഷ നോക്കണം. ആണുങ്ങൾക്ക് എന്തായാലും ഗർഭമൊന്നും ഉണ്ടാകില്ല, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി വഴക്ക് പറഞ്ഞും ശാന്തമായിട്ടും ഒക്കെ അവളെ കൈകാര്യം ചെയ്തു. ഞാനായിരുന്നെങ്കിൽ കിടന്ന് അലച്ച് വിളിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയേനെ. എന്തായാലും അവൾ എന്നെ അടുപ്പിച്ചില്ല. അങ്ങനെ അവൾക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം ലീവൊക്കെ എടുത്ത് ആരോഗ്യമൊക്കെ ശരിയായ ശേഷം അവൾ തിരിച്ച് നേഴ്സിങ്ങിന് പോയി. ഇനി ഇത്തരം അബദ്ധങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും എല്ലാം സേഫ് ആയിരിക്കുമെന്നും, ആണുങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കാടിവെള്ളം കണ്ട് ഓടിപ്പോകുന്ന പശുവിനെ പോലെ പുറകെ പോകരുതെന്നും, അബദ്ധങ്ങൾ സംഭവിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരരുതെന്നും, മറ്റ് വീഡിയോ ഒന്നും നിൻ്റെ ഇറങ്ങരുതെന്നും ഒക്കെ ഉപദേശിച്ചാണ് എൻ്റെ അനിയത്തി വിട്ടത്. അതോടുകൂടി അവൾ നന്നാവെന്ന് വിചാരിച്ചു. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് അവളവിടെ കഴിഞ്ഞു പോന്നു. പക്ഷേ അവൾ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചിയുടെ മോള് എന്താ എങ്ങനെ ആയത്? 4 ആണുങ്ങളെയും 5 ആണുങ്ങളെയൊക്കെ ഒരുമിച്ച് അവൾ മാനേജ് ചെയ്യുന്നു. ചേച്ചിക്ക് അങ്ങനെ സ്വഭാവമില്ല, എനിക്കുമില്ല. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനൊരു സ്വഭാവമുള്ളതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവളിങ്ങനെയായി പോയത്? ഒരുമാതിരി മറ്റേ പെണ്ണുങ്ങളുടെ ടൈപ്പാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? അച്ഛൻ കൊഞ്ചിച്ച് വളർത്തി പെണ്ണ് ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുകയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പറന്നു. ഇതാണ്, ചുമ്മാതല്ല. ഇവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവളെ സമ്മതിക്കില്ല. അവൾക്ക് ബാംഗ്ലൂരിൽ പോയേ പറ്റുകയുള്ളൂ. ഇതുപോലെ കുറേ എണ്ണം കൂടെ കാണുമല്ലോ. ഇവൾക്ക് അബദ്ധം പറ്റി. അവളുമാർക്കൊക്കെ എന്നാ പറ്റുക എന്ന് ആർക്കറിയാം? ഒരുത്തി മാത്രമായിരിക്കില്ല, എല്ലാം കൂടി കൂട്ടം ചേർന്നുള്ള പ്രവർത്തനമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ശരിയാ ചേച്ചി എന്ന് പറഞ്ഞ് അവളും അതിനെ ശരിവെച്ചു. എങ്കിലും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നോട് പറയും. എന്നാലും അവൾ എന്തൊരു മിടുക്കിയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും 4-5 ആണുങ്ങളെ അവൾ കസ്റ്റഡിയിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കിഴവനായ ഭർത്താവിൻ്റെ കൂടെ ഞാനാണെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എത്രയോ പേര് അതിനിടയ്ക്ക് എന്നെ നോക്കിയിട്ടുണ്ട്. കുട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഞാനിങ്ങനെ ഭയന്ന് കുറേ നാൾ കഴിഞ്ഞു. എന്നിട്ടെന്താ പ്രയോജനം? ഒന്നും നടന്നില്ല. എടി, അത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ നിനക്ക് കുട്ടി ഉണ്ടാകാതിരുന്നത്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ പൊന്നു ചേച്ചി, അങ്ങേർക്കായിരുന്നു കുഴപ്പം. അങ്ങേര് ശരിയായിട്ട് പ്രവർത്തിക്കുന്നൊരു മനുഷ്യനായിരുന്നില്ല.
അയാളുടെ ടെസ്റ്റുകളിലെല്ലാം കുഴപ്പമായിരുന്നു. ഞാൻ നോർമലായിരുന്നു. എടി, നീ പിന്നെ ഇത്രയും കാലം ഒന്നും പറഞ്ഞില്ലല്ലോ. അയാൾക്ക് കുഴപ്പമില്ല, നിനക്കാണ് എല്ലാ കുഴപ്പങ്ങളും എന്ന് പറഞ്ഞ് നീ ഭയങ്കര ശീലാവധി ചമയുകയായിരുന്നല്ലോ. അത് പിന്നെ പുള്ളിക്ക് നല്ല സ്നേഹമുണ്ടായിരുന്നു, പിന്നെ പണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തിനാ ചേച്ചി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മൾ മറുകണ്ഠം ചാടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പണം മൊത്തവും ചോർന്നു പോകില്ലേ? പുള്ളിക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവില്ലെന്ന് പുറത്തറിയുന്നത് വലിയ നാണക്കേടായിരുന്നു. അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തോളാമെന്ന്. പിന്നെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ചില വഴക്കുകളും അതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പണമെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടുത്തരും, എൻ്റെ ഇഷ്ടം പോലെ തന്നെയായിരുന്നു. എങ്കിലും വേലി ചാടാൻ ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടും ഞാനതിന് ശ്രമിച്ചില്ല. അതിന് കാരണം വേലിച്ചാട്ടത്തേക്കാൾ നമുക്ക് വലുത് സാമ്പത്തികമായ സുരക്ഷിതത്വവും അഭിമാനവുമല്ലേ ചേച്ചി? ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. എങ്കിലും നിന്റെ ദാമ്പത്യം ഇത്ര അധപ്പതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങേർക്ക് ഒരു കഴിവുമില്ലായിരുന്നോടി? അതല്ല ചേച്ചി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കുമില്ലേ അങ്ങേരെ കൊണ്ട് ഒന്നിനും കൊള്ളാതായി. കഷ്ടമായിപ്പോയി. പക്ഷേ ചേച്ചിക്ക് വേറൊരു കാര്യമുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി നല്ല പ്രേമത്തിലായിരുന്നു അവസാന കാലം വരെയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു, ശരിയാടി, ആ കാര്യത്തിലൊക്കെ പുള്ളി ഒരു വീരനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറുകണ്ഠം ചാടാൻ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം എൻ്റെ ഭർത്താവ് എനിക്ക് അപ്പപ്പോൾ തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പോയത് എനിക്ക് വലിയൊരു നഷ്ടമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വട്ടം എൻ്റെ മോൾ ലീവിന് വന്നു. അപ്പോൾ അവൾ വലിയ സ്മാർട്ടാണ്. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. കുഞ്ഞുമോ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ട്രിക്ക് പഠിച്ചു. ഇനി എനിക്ക് ഒരു കുഴപ്പങ്ങളും ഉണ്ടാകില്ല, എല്ലാം ഞാൻ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ പൂത്തുമ്പയെ പോലെ പാറ നടന്നു. അവൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു, എടി, ലീവിന് വന്നിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ മനസ്സ് മാറിയോ എന്ന്. അപ്പോൾ അവൾ എൻ്റെ ചുമലിൽ പിടിച്ചോണ്ട് പറഞ്ഞു, ചേച്ചി, ആ പെണ്ണ് ഒരിക്കലും മാറുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് ഇപ്പോഴും നല്ല തരികടകളുണ്ട്. പക്ഷേ ഇനി അവൾ ഒരബദ്ധവും പറ്റി വന്ന് നിൽക്കില്ലെന്നാണ് പറയുന്നത്. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ അവൾ ചായ വന്ന് അവൾ ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ ദൈവമേ, എനിക്ക് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യും? എനിക്കിനി ആശുപത്രി ഒന്നും കയറി ഇറങ്ങാൻ വയ്യ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ സെക്കൻഡ് ഇയർ ആകാൻ പോകുകയല്ലേ, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എന്തായാലും ഒരു പ്രശ്നത്തിലും പോയി അവൾ ചാടില്ലേ ചേച്ചി, എൻ്റെ ഉറപ്പ് എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ പേടിയോടുകൂടിയാണെങ്കിലും അങ്ങ് തലയാട്ടി. അത് കഴിഞ്ഞ ശേഷം അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി, അവൾ വേറൊരു കാര്യം എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? എന്തിനാണ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇത്രയും പ്രായമായിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇനിയും അംഗത്തിനുള്ള ബാല്യമുണ്ട്. അതും വെച്ചുകൊണ്ട് വെറുതെ കഞ്ഞിയും കറിയും വെച്ച് മുഖത്തോട് മുഖം നോക്കി രണ്ട് സഹോദരിമാരും ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം കുളമാകും. ആകെ കൂടി ഒരു ജന്മമേ ഉള്ളൂ, അത് ആസ്വദിക്കണം. എന്താണ് ഇവള് പറഞ്ഞു വരുന്നത്? ചേച്ചി, അവൾ പറഞ്ഞു വരുന്നത് ഒന്നെങ്കിൽ നമ്മൾ വേറെ കല്യാണം കഴിക്കണം. അതിനോട് അവൾക്കത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് അവൾ ഇതൊക്കെ പറഞ്ഞത്? കല്യാണമല്ലാതെയും മറ്റു പല കാര്യങ്ങളുമുണ്ടല്ലോ. നമ്മളെപ്പോലെയുള്ളത് ആൻറ്റിമാരാണ്. ആൻറ്റിമാർക്ക് നല്ല ഡിമാൻഡാണ്. ആൻറ്റിമാർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പുണ്ട്. അത് ഇവിടെ അടുത്തുള്ള ചെക്കന്മാരൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒന്ന് ആഡാക്കിയാൽ മതി. അവൾ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. നമ്മളുടെ അടുത്തേക്ക് പാഞ്ഞു വരുമത്ര ചെക്കന്മാർ. പണം വേണമെങ്കിൽ പണം, രസം വേണമെങ്കിൽ രസം. എന്തായാലും നമുക്ക് ദൈവം സഹായിച്ച് പണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ല അവസരങ്ങളുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യണം. ഇടയ്ക്കെങ്കിലും അവരുടെ കൂടെ കറങ്ങാൻ പോകണം എന്നാണ് അവൾ പറയുന്നത്. അതുമാത്രമല്ല, ഇത്തിരി പ്രായമുള്ള ആളുകളാണെങ്കിലും നമ്മളെപ്പോലുള്ള സ്ത്രീകളെ കൂട്ടിന് നോക്കിയിരിക്കുകയാണ്. നല്ല പണമുള്ളവരും ജോലിയുള്ളവരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അങ്ങ് 65-70 വയസ്സ് വരെ. അവർക്ക് കന്നി പെണ്ണുങ്ങളെ കൊണ്ട് ചുറ്റാൻ പോകാൻ പറ്റുമോ? വീട്ടുകാർ സംശയിക്കും. സ്വന്തം ഭാര്യയൊക്കെ മടുത്തവരിയ്ക്കുകയാണ്. അവർക്ക് പുറത്തേക്കൊന്ന് പോകണമെങ്കിൽ, സ്വതന്ത്രമായി നടക്കണമെങ്കിൽ സ്വന്തം ഭാര്യയാണെന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണെങ്കിലും കൂടെ വേണ്ടേ? അതാകുമ്പോൾ അവർക്ക് കൂടുതൽ കംഫർട്ടബിളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയും തേടുന്ന ആൾക്കാരുണ്ട്. ചേച്ചി, ചിലപ്പോൾ അവരുമായി നമുക്ക് ബന്ധമൊന്നും വേണ്ട, ജസ്റ്റ് അവരുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൂടെ പോയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാം, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകാമെന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങാം. അതുമാത്രവുമല്ല, അവർ ഇഷ്ടംപോലെ പണം ഇങ്ങോട്ട്
പിന്നീട് തരികയും ചെയ്യും. നീ എന്തൊക്കെയാ പറഞ്ഞത്? ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ നടക്കാത്ത കാര്യമാണോ? അവൾക്ക് 8 പേരെ കിട്ടുമെങ്കിൽ നമുക്ക് 800 പേരെ കിട്ടും. അങ്ങനെയാണ് ഈ ലോകം. അവൾ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് വെറുതെ നേരം ചിലവാക്കരുത്. 2 പേരും കൂടെ ഇത്തരം ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തിയോ കറങ്ങാനൊക്കെ പോകണമെന്നാണ്. അവൾ എല്ലാ കാര്യത്തിനും നമ്മളോട് സപ്പോർട്ടാണ്. ഒരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കരുത് എന്നാണ് അവൾ പറഞ്ഞത്. എടി, അവൾ കറമാച്ച് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ രണ്ടുപേരെയും കൂടെ അവൾ പിടിച്ച് തോട്ടിലിടുകയാണ്. നമ്മളും അവളെ പോലെ ചീത്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ നമ്മൾ കുറ്റം പറയില്ലല്ലോ. അവൾക്ക് ഇഷ്ടം പോലെ നടക്കാം. അതൊക്കെ ശരിയായിരിക്കും ചേച്ചി. പക്ഷേ അവളുടെ കാര്യം നോക്കിക്കോളും. അവൾ പറഞ്ഞതിലും കാര്യമില്ലേ? നമ്മൾ രണ്ടുപേരും കൂടെ ഇനിയുള്ള കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ മതിയോ? എടി, നീയല്ലേ പറഞ്ഞ് നിന്റെ ഭർത്താവല്ല അതിന് കാര്യമില്ല, പുള്ളിയെ മാത്രം ധ്യാനിച്ചിരിക്കുകയാണെന്ന്. ഇപ്പോഴാണല്ലോ ഇതിൻ്റെ കഥകളൊക്കെ മാറാൻ തുടങ്ങിയത്. ചേച്ചി, പുള്ളി ഉള്ളപ്പോൾ കഥകൾ മാറിയാലും ഇല്ലെങ്കിലും ഞാൻ അടങ്ങൊതുങ്ങി നിന്നു. ഇപ്പോൾ ഭർത്താവില്ല, ചേച്ചിക്ക് ഭർത്താവില്ല. മരിച്ചുപോയവർ പോയി. ജീവിച്ചിരിക്കുന്നവർക്ക് വിശപ്പും ദാഹവും ആവശ്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനിറങ്ങിപ്പോകുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ചേച്ചിയുടെ മകൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പുറകോട്ട് പോകുന്നത്? നമുക്ക് ഓപ്ഷൻസ് ഇല്ലേ? ചേച്ചി, ഇവിടെ കുത്തിയിരുന്ന് ബോറടിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്കും മോള് പറഞ്ഞ വഴിയിൽ ഒന്ന് പരീക്ഷിക്കാം. എന്തായാലും ചേച്ചി ഞാൻ നിർത്തിയതാണല്ലോ, നമുക്ക് ഒരു റിസ്ക് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ ഇരികേറ്റി. മാഡം, ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. പിന്നീട് നീയോട് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ തനിയെ എങ്ങും പോകില്ലെന്ന് പറഞ്ഞു. എല്ലാം ഞാൻ മോളെ വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അവളെ വിളിച്ച് ബാംഗ്ലൂരിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇവിടെ തന്നെ അവളുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഒരു ചെക്കനെ പറഞ്ഞയച്ചു. മാഡം, അവൻ ടൗണിലുള്ളതാണ്. വന്ന് ഞങ്ങളോട് അവൻ സ്നേഹത്തോടുകൂടി സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ആ ചെക്കനെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്തൊരു സൗന്ദര്യം! അവൻ ഇതിനായി ദേഹവും സൗന്ദര്യമെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുകയാണെന്ന് എനിക്കും അവൾക്ക് മനസ്സിലായി. അത്രയ്ക്കും മൃദുലമായ സംസാരവും വശീകരണ സ്റ്റൈലിലുള്ള എല്ലാ കാര്യങ്ങളും അവനുണ്ട്. സോഫയിൽ ഞങ്ങളെ രണ്ടുപേരെയും 2 സൈഡിലും വിളിച്ചിരുത്തി തോളിൽ കൈയിട്ടുകൊണ്ടാണ് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എൻ്റെ മകളുമായിട്ട് അവന് നല്ല സൗഹൃദമുണ്ട്. അവൾ പറഞ്ഞതനുസരിച്ച് വന്നതാണ്. എല്ലാ കാര്യങ്ങളും അവൻ അറേഞ്ച് ചെയ്തരും. സേഫാണ്, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ലെന്ന് മൂത്ത തേങ്ങകൾ ഉടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്തിരി സംഭ്രമമുണ്ടായിരുന്നു. അവൻ പിന്നെയും വന്നു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ അനിയത്തിയാണ് പറഞ്ഞത് അവനുമായി അവൾക്ക് ഒരു മീറ്റപ്പ് വേണമെന്ന്. അതിന് ഞാൻ കാവലിരുന്നു. അയലത്തുകാരെങ്കിലും കേൾക്കുന്നുണ്ടോ, എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. 2 മണിക്കൂറോളം അവർക്ക് കാവലായി ടെൻഷൻ അടിച്ച് ഞാനിരുന്നു. പക്ഷേ വെളിയിൽ വന്ന എൻ്റെ അനിയത്തി യുറേക്ക എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. അവൻ ടാറ്റ പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയായിരുന്നു സീനിയർ. ചേച്ചി ഒരു അസുരഭാവസരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് അവനെക്കുറിച്ചങ്ങ് വർണ്ണിച്ചു. ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന്. പിന്നീട് ചെക്കൻ 3-4 വട്ടം വന്നു. അവളായിരുന്നു അവന് വേണ്ട താലമെടുത്തത്. പിന്നീട് അവൾ എനിക്ക് ധൈര്യം പകർന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരു വളഞ്ഞ വഴിയിലേക്ക് പോകുകയായിരുന്നു. പക്ഷേ എൻ്റെ അനിയത്തി പറഞ്ഞത് മനോഹരമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം, ചെറുപ്പകാലത്ത് വിവാഹത്തിന് ശേഷമുള്ള മധുവിധത്തിൽ പോലും എനിക്ക് ഇത്രയും മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താക്കന്മാരെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ട് ആ വരുന്ന ആളുകളുടെ കൂടെ ഓടിപ്പോയെന്ന് പോലും എനിക്ക് തോന്നി. കുറ്റം പറയാൻ പാടില്ല. എങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒത്തിരി വലുതാണ്. രസങ്ങളും സുഖങ്ങളും എല്ലാം പ്രത്യേകതയാണെന്നും അത് കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും എൻ്റെ മകൾ പറയുമായിരുന്നു. അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നീട് ഞങ്ങൾ ഫുള്ളെ ഇത്തരം കാര്യങ്ങളിലേക്ക് വ്യാപൃതരായി. പലരുടെയും കൂടെ ഞങ്ങൾ സഹായത്തിന് പോകും. ചിലപ്പോൾ ഭാര്യയെ അഭിനയിച്ചിട്ട് 2 ആണുങ്ങളുടെ കൂടെയൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ വിദേശത്ത് പോലും പോയത് ഞങ്ങളുടെ ഇത്തരം ഫ്രണ്ട്സ് സ്പോൺസർ ചെയ്തിട്ടാണ്. മാഡം, മോളാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് അവൾക്ക് വിവാഹമൊന്നും വേണ്ട,
അവൾ പറയുന്നത് ഇതേപോലെ ജീവിച്ചു പോയാൽ മതി എന്നാണ്. കുടുംബം, കുട്ടികൾ, ഇത്തരം കാര്യങ്ങളൊന്നും അവൾക്ക് യാതൊരു താല്പര്യമില്ലെന്നും അവൾ സ്വതന്ത്രയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഒരിക്കലും അവളെ അതിന് നിർബന്ധിക്കരുതെന്നും പറയുന്നു. അവളുടേത് ഒരു പ്രത്യേക സ്വഭാവമായി മാറി. ഞാൻ പറഞ്ഞു, കുടുംബ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നീട് പതുക്കെ ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കില്ല. ഒരിക്കലും അവൾക്ക് ഭർത്താവെന്ന് പറഞ്ഞ് ഒരാൾ വേണ്ട, കുടുംബമോ കുട്ടികളോ വേണ്ട, അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കണം. ഇങ്ങനെ തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും ഇപ്പോൾ അവളെ തിരുത്തിയെടുക്കാനൊന്നും പറ്റില്ല. കാര്യം അവൾ പറഞ്ഞ വലയിൽ ഞങ്ങളും വീണ് ഇപ്പോൾ ആ രസത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഭർത്താക്കന്മാരില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്. പക്ഷേ ഞങ്ങളുടെ മകളുടെ മനോനില ഇങ്ങനെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാഡം? കാര്യം അടുത്ത തലമുറ ഒന്നും ഉണ്ടാകാതെ എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ചില സമയത്ത് വളരെ വിചിത്രമായിട്ട് തോന്നും. ആ സമയത്ത് എനിക്ക് വിഷമവും തോന്നും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പേരുദോഷവും ഉണ്ടാക്കാതെ വളരെ കാത്തു സൂക്ഷിച്ച് വളർത്തിയ മകൾ പെട്ടെന്ന് ഒരിടത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വ്യത്യസ്തമായി പെരുമാറി. അപ്പോൾ അവളുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ നേരത്തെ തന്നെ അവൾ വളർത്തിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ല അവളുടെ ജീവിതം. അവളൊട്ട് നിൽക്കാനും പോകുന്നില്ല. അവൾക്ക് വേറെ ആറ്റിറ്റ്യൂഡാണുള്ളത്. ഇതിപ്പോൾ അവളും നിങ്ങളെ ഒരു വഴിക്ക് പിടിച്ചിട്ടു. നിങ്ങളാണെങ്കിൽ രണ്ടുപേരും കിട്ടിയതാട്ടെ, എങ്ങനെയെങ്കിലും അവൾ പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും നെയ്യപ്പം കഴിക്കാം എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവളും കണക്കാണ്, നിങ്ങളും കണക്കാണ്. അവൾക്ക് അവളുടേതായ ന്യായം കാണും, നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായം. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യത്യസ്തമായിട്ട്, അതായത് ലോകം പോകുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഉണ്ടാകും. ഇനിയിപ്പം അവൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അവൾ മാറുക. അവൾ എത്ര ഐഡിയ തന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിൽക്കണമായിരുന്നു. പക്ഷെ നിങ്ങളും അവളേക്കാൾ വഷളായി. അപ്പോൾ പിന്നെ അവൾക്ക് എന്താണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇതൊക്കെ അടുക്കി പറക്കി വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാതൃക ആകേണ്ടവരാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇനി നന്നാകുമെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് അവളെ തിരുത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു പരീക്ഷണം മാത്രമാണ്. അങ്ങനെ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ജീവിക്കുന്നതാകും നല്ലത്. കാര്യം ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടൊരു പോക്കാണ്. അതിനിപ്പോൾ ഒരു കുന്തവും നോക്കേണ്ട കാര്യമില്ല. കാര്യം ആര് പറഞ്ഞാലും ഇതിലൊന്നും നമുക്കൊരു പോസിറ്റീവ് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ വെറുതെ കിടന്ന് ഉപദേശിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. വരുന്നത് വരാം, അന്നേരം അതിനെ നേരിടുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെന്താണുള്ളത്?